Moving on to the next chapter of NCERT 9th Standard Contemporary India. Chapter number 3 Drainage. പേരിൽ തന്നെ ആ ഒരു ചാപ്റ്ററിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ആ ഒരു അർത്ഥമുണ്ട്. എന്താണ് ഡ്രെയിനേജ്? ആദ്യം തന്നെ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്, വായിച്ചു നോക്കിക്കോളാം. ദ ടേം ഡ്രെയിനേജ് ഡിസ്ക്രൈബ്സ് ദ റിവർ സിസ്റ്റം ഓഫ് ആൻ ഏരിയ. ഒരു ഏരിയയിലെ ആ ഒരു റിവർ സിസ്റ്റത്തിനാണ് എന്തെന്ന് പറയുന്നത്? ഡ്രെയിനേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, സ്ട്രീംസ് ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ ജോയിൻ ചെയ്ത് പല പല സ്ട്രീമുകൾ ചേർന്നിട്ടാണ് ഒരു നദി ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം അല്ലേ? ഈ ഡ്രെയിൻസ് എല്ലാം കൂടെ എന്താ ചെയ്യും, അവസാനം ഒരു കടലിലോ അല്ലെങ്കിൽ കായലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദ്രത്തിലോ ആയിരിക്കും ചെന്ന് പതിക്കുന്നത്. അപ്പം ആ ഒരു റിവർ സിസ്റ്റം ഡ്രെയിൻ ചെയ്ത ഏരിയയാണ് എന്തെന്ന് പറയുന്നത്? ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഡ്രെയിനേജ് ബേസിൻ എന്ന് വെച്ചാൽ? ദ ഏരിയ ഡ്രെയിൻഡ് ബൈ എ സിംഗിൾ റിവർ സിസ്റ്റം. ഒരു സിംഗിൾ റിവർ സിസ്റ്റം ഡ്രെയിൻ ചെയ്തെടുത്ത ആ ഒരു ഏരിയയാണ് ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വാട്ടർ ഡിവൈഡ് എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ടേംസ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്, സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് വാട്ടർ ഡിവൈഡ്? ഈ രണ്ട് ഡ്രെയിനേജ് ബേസിനുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു അപ്ലാൻഡ് അല്ലെങ്കിൽ ഒരു മൗണ്ടൈനെയാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. ആ വാട്ടർ ഡിവൈഡിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ സ്ട്രീം എ ഉണ്ട്, സ്ട്രീം ബി ഉണ്ട്. ഓക്കെ, അതിനെ തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു അപ്ലാൻഡ്, ആ പൊങ്ങിക്കിടക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത് ഏതാണ്? ആമസോൺ റിവർ ആണ്. ഓക്കെ, വേൾഡിലെ ഏറ്റവും വലിയ ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത് ആമസോൺ റിവർ ആണ്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് വിച്ച് റിവർ ഹാസ് ദ ലാർജസ്റ്റ് ബേസിൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ബേസിൻ ഉള്ളത് ആർക്കാണ്? ഗംഗാ ബേസിനാണ് കേട്ടോ. ഗംഗാ ബേസിനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾ PSCയിൽ നദികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടാവും. ആ നദികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഡിസ്കസ് ചെയ്ത് തീരുമ്പോഴത്തേക്കും ഒരുവിധം ഓൾമോസ്റ്റ് ഒരു ഐഡിയ റിവേഴ്സിനെ പറ്റി നമുക്കുണ്ടായിരിക്കും. ഓക്കെ, നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഒരു ചാപ്റ്റർ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ വീഡിയോയുടെ ലെങ്ത് അധികം കുറച്ച് കൂടുതലായിരിക്കും, അതൊന്നും കാര്യമില്ല. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ഐഡിയ, ആ ഒരു റിവേഴ്സിനെ കുറിച്ചുള്ള, ഇന്ത്യയിലുള്ള മെയിൻ റിവേഴ്സിനെ കുറിച്ചുള്ളൊരു ഫുൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സെക്ഷൻ ഇതാണ്, ഡ്രെയിനേജ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡ്രെയിനേജ് സിസ്റ്റം, നദികളുടെ കാര്യമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഡ്രെയിനേജ് സിസ്റ്റം ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഡ്രെയിനേജ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ആ ഒരു വലിയ ഒരുപാട് ഫീച്ചേഴ്സ് ആയിരിക്കും ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ റിവേഴ്സിനെ നമുക്ക് മേജറായിട്ട് 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാം. ഓക്കെ, 2 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഹിമാലയൻ റിവേഴ്സും പെനിൻസുലാർ റിവേഴ്സും. ഓക്കെ, 2 സെക്ഷൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ റിവേഴ്സിനെ തരംതിരിക്കുന്നത്. ഓക്കെ, അപ്പം പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും എന്താണ്, ഹിമാലയത്തിൽ നിന്ന് വരുന്ന ആ നദികളെ ഹിമാലയൻ റിവർ എന്നും, പെനിൻസുലർ റിവർ ആ പെനിൻസുല ഏരിയയിലുള്ള അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ പെനിൻസുലർ റിവർ എന്നാണ് ആയിരിക്കും പറയുന്നതെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവർ തമ്മിലുള്ള ഏറ്റവും മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ശ്രദ്ധിക്കുക, ഈ ഹിമാലയൻ റിവർ എന്ന് പറയുന്നത് എന്താണ്? പെരീനിയൽ റിവർ ആണ്. എന്താണ് പെരീനിയൽ എന്ന് വെച്ചാൽ? ഇറ്റ് മീൻസ് ദാറ്റ് ദേ ഹാവ് വാട്ടർ ത്രൂ ഔട്ട് ദ ഇയർ. വർഷത്തിൽ ഫുൾ ടൈം അവിടെ എന്തുണ്ടായിരിക്കും? വെള്ളമുണ്ടായിരിക്കും. ആ വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്? അവർക്ക് അവിടെ നിന്ന് റെയിൻഫോൾ വഴിയും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വലിയ പർവ്വത നിരകളിൽ നിന്ന്, അതാണ് ലോഫ്റ്റി മൗണ്ടൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ലോഫ്റ്റി മൗണ്ടൻസിൽ നിന്നുള്ള സ്നോ എല്ലാം മെൽറ്റ് ചെയ്തു എന്ത് ലഭിക്കുന്നുണ്ട്? ഈ നദികളിലേക്ക് വെള്ളം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും വറ്റാറില്ല. ഫുൾ ടൈം അവിടെ എന്തുണ്ടായിരിക്കും? വെള്ളമുണ്ടായിരിക്കും അല്ലേ? അതിന് ഏറ്റവും മേജർ ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇൻഡസും ബ്രഹ്മപുത്രയുമാണ്. ഓക്കെ, അവരെവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്?
മൗണ്ടെയിൻ റേഞ്ചസ്, നോർത്ത് ഓഫ് മൗണ്ടെയിൻ റേഞ്ചസിൽ നിന്നാണ് ആ ഒരു നദികൾ ഒഴുകി വരുന്നത്. അവർക്ക് എന്തുണ്ട്, ഈ നദികൾ ഒഴുകി വരും. നമ്മൾ എന്താണ് ഗോർജസ് എന്താണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, രണ്ട് മലകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ആ ഒരു നദികൾ ഒഴുകുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗോർജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ട്ടോ ഈ ഹിമാലയൻ റിവറിന് എന്താണ് ആ ഒരു സോഴ്സിൽ നിന്നും കടലിലേക്കുള്ള അതിൻ്റെ ആ കോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ വലുതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഇനി ഈ നദികൾ ഈ മൗണ്ടെയ്ൻസിൽ നിന്ന് മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്കും അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഇറോഷണൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ട് അല്ലേ. ആ ഫോഴ്സിൽ ഒഴുകി വരുമ്പോഴത്തേക്കും അവിടെയുള്ള മണ്ണുകളെല്ലാം കൊണ്ട് താഴോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു എന്താണ്, എവിടെ നിന്നാണ് അത് വരുന്നത്, അപ്പർ കോഴ്സിൽ നിന്നാണ് നദി ഉത്ഭവിച്ച് വരുന്നത്. മിഡിൽ ലോവർ കോഴ്സിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടാവുന്നുണ്ട്, മിയാണ്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഈ വളവ് തിരിവുള്ളതാണ്ട് മിഡിൽ കോഴ്സ് നോക്കൂ, മിയാണ്ടർ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ആ വളഞ്ഞു തിരിഞ്ഞ് വരുന്ന ആ ഒരു സെക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, മിയാണ്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഈ ഷേപ്പിൽ കിടക്കുന്ന, അതായത് ഒറ്റപ്പെട്ടിങ്ങനെ ഈ ഒരു ഷേപ്പിൽ കിടക്കുന്ന ആ ഒരു നദിയാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ലോവർ കോഴ്സിലായിരിക്കും വരുന്നത്. സോ ലോവർ കോഴ്സിൽ എന്തും വരുന്നുണ്ട്, ഡെൽറ്റയും വരുന്നുണ്ട്. എന്താണ് ഡെൽറ്റ, നമ്മളിങ്ങനെ കടലിലോട്ട് ഈ നദികളെല്ലാം ഒഴുകി വന്ന് കടലിലോട്ട് പതിക്കാൻ നേരം ഇവിടെ എന്തുണ്ടാവും, എന്തെങ്കിലുമൊക്കെ മലകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഇങ്ങനെ മൊത്തത്തിൽ വരുന്ന നദി എന്ത് ചെയ്യുന്നു, പല പല സെക്ഷനായിട്ട് ഇങ്ങനെ ആയിരിക്കും, പലയിടത്തോട്ടായിരിക്കും പോകുന്നത്. സോ അവിടെ എന്തായിരിക്കും, ഒരു ഡെൽറ്റ ഷേപ്പിലാണ് അവരെന്ത് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നുണ്ടല്ലേ, ആ ഒരു ഡെൽറ്റ ഷേപ്പിലോട്ടായിരിക്കും സമുദ്രത്തിലോട്ട് പതിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വായിച്ചു നോക്കുക, ഈ ഒരു പാരഗ്രാഫ് വായിക്കാം. They perform intensive erosional activity in their upper courses and carry huge loads of silt and sand. സിൽട്ടും സാൻഡും, എന്താ ചെളിയും മണ്ണും എല്ലാം അവർ മുകളിൽ നിന്ന് വഹിച്ചുകൊണ്ട് താഴോട്ട് വരും. In the middle and the lower courses, these rivers form meanders. ലോവർ കോഴ്സസിലും മിഡിൽ കോഴ്സസിലും അവരെന്തുണ്ടാകും, ആ വളവ് തിരിവുള്ള ആ മണ്ണുകളൊക്കെ അവിടെ സെറ്റിൽ ചെയ്ത് എന്തായിരിക്കും, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടെ ആയിരിക്കും വെള്ളം ഒഴുകി പോകുന്നത്. അതുപോലെ ഓക്സ്ബോ ലേക്സ് ഉണ്ടാവും. അത് ഒരുപാട് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സൊക്കെ ആ ഒരു ഫ്ലഡ് പ്ലെയിൻസിൽ, ആ ഒഴുകി വരുന്ന ആ ഒരു ഭാഗത്ത് ഉണ്ടാവും. ഓക്കെ, അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹിമാലയൻ റിവറിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പഠിച്ചു. നമുക്ക് ഇനി ഹിമാലയൻ റിവേഴ്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പഠിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് പെനിൻസുലർ റിവറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടിട്ട് പോവാം. ഓക്കെ, എന്താണ് പെനിൻസുലർ റിവർ? ഒരുപാട് മിക്ക പെനിൻസുലർ റിവേഴ്സ് എന്നും പറയുന്നത് സീസണൽ റിവേഴ്സാണ്. അതായത് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് റെയിൻഫോളിനെ മാത്രമായിരിക്കും. അവർക്ക് എന്താണ്, ഈ പെനിൻസുലർ അവിടെ നിന്ന് എവിടെന്നെങ്കിലും എന്താ സ്നോയിൽ നിന്ന് മെൽറ്റ് ചെയ്ത് വാട്ടർ വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. പകരം എന്താണ്, അവർക്ക് ആ മഴ ലഭിക്കുന്നതൊക്കെ അവർക്ക് ആ ഒരു റിവറിൽ വെള്ളം അവർക്ക് ലഭിക്കത്തുള്ളൂ അല്ലേ. ഈവൻ ദ ലാർജ് റിവേഴ്സ് ഹാവ് റെഡ്യൂസ് ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ദെയർ ചാനൽസ്. അപ്പം ഈ മഴയൊക്കെ ലഭിക്കാത്തപ്പോൾ എന്തായിരിക്കും, ഡ്രൈ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ആ വെള്ളം, ആ ഒരു ചാനൽസിലുള്ള ആ വെള്ളം എല്ലാം എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ പെനിൻസുലർ റിവേഴ്സിന് എന്തുണ്ട്, ചെറിയ ചെറിയ കോഴ്സസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ആ ഒരു സഞ്ചാരപാത എന്ന് പറയുന്നത് ചെറിയ രീതിക്കൊക്കെ ഉള്ളതായിരിക്കും, ചിലയിടത്ത് വലുതായിരിക്കും. മിക്ക പെനിൻസുലർ റിവേഴ്സും എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, സെൻട്രൽ ഹൈലാൻഡ്സ് ഒക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ച് പഠിച്ചതാണ്. സോ സെൻട്രൽ ഹൈലാൻഡ്സിൽ നിന്നായിരിക്കും കൂടുതൽ പെനിൻസുലർ റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, വെസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇനി എന്താ പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഓഫ് പെനിൻസുലർ ഇന്ത്യയിലുള്ള മിക്ക റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്, വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ബേ ഓഫ് ബംഗാളിൽ പോയി പതിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഓരോ സെക്ഷൻ പഠിക്കാം. ഇതിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിലെ എല്ലാ സെൻറ്റൻസുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് മിസ് ചെയ്ത് കളയാനായിട്ട് ഒരു സെൻറ്റൻസുകളും ഇല്ല. എല്ലാം ഡയറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് കോപ്പി ചെയ്യേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ടെക്സ്റ്റ് യൂസ് ചെയ്ത് തന്നെ NCERT കംപ്ലീറ്റ് ചെയ്യാം. ചില ചാപ്റ്റേഴ്സിൽ അൺനെസസറി ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപാടുണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്തിട്ട് അത് നോട്ട്സായിട്ട് പ്രിപ്പയർ ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം NCERT ആയിട്ട് ഡയറക്റ്റ് തന്നെ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഹിമാലയൻ റിവേഴ്സിലോട്ടാണ്. എന്താണ് ഹിമാലയൻ റിവേഴ്സ്?
നമ്മൾ പറഞ്ഞു അല്ലേ, ഹിമാലയൻ ആ ഒരു ഭാഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൂടി ഒഴുകുന്ന നദികളാണ് ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു 2 നദികളുടെ പേര് പറഞ്ഞു, ഇൻഡസും ബ്രഹ്മപുത്രയും. അപ്പം ഈ ഒരു ഹിമാലയൻ റിവേഴ്സിലെ മെയിനായിട്ടും 3 നദികളുടെ കാര്യമാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് സിന്ധു, ഒന്ന് ഗംഗ, ഒന്ന് ബ്രഹ്മപുത്ര. ഓക്കെ, ദ മേജർ ഹിമാലയൻ റിവേഴ്സ് ആർ ദ ഇൻഡസ്, ദ ഗംഗ ആൻഡ് ദ ബ്രഹ്മപുത്ര. ഈ റിവേഴ്സ് എന്ന് പറയുന്നത് വളരെ ലോങ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ട്രിബ്യൂട്ടറീസ് അല്ലേ, ഒരുപാട് ട്രിബ്യൂട്ടറീസ് ചേർന്ന ഒരു നദിയാണ് ഈ ഗംഗയും ബ്രഹ്മപുത്രയും സിന്ധു നദി എന്ന് പറയുന്നത്. ഒരു റിവറിനെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, റിവർ സിസ്റ്റം. ഓക്കെ, എന്താണ് റിവർ സിസ്റ്റം എന്ന് ചോദിച്ചാൽ എന്താണ്, എ റിവർ അലോങ് വിത്ത് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് മേ ബി കോൾഡ് ആസ് റിവർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് സിന്ധു നദിയെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് കുറച്ച് പോയിന്റ്സേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് മാപ്പൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, ഇൻഡസ് നദിയെ നല്ലതുപോലെ പഠിക്കാം. ഓക്കെ, സിന്ധു നദിയുടെ ആ ഒരു റൂട്ട് മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്, ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് അടുത്ത് നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അതാണ്ട് സിന്ധു നദി ഒഴുകി പോകുന്ന കണ്ടല്ലോ, ഇങ്ങനെ പാകിസ്ഥാൻ, ഇന്ത്യയിൽ ഇങ്ങോട്ട് ലഡാക്കിൽ കൂടെ കയറി ഇങ്ങനെ ഇറങ്ങി പാകിസ്ഥാൻ വഴിയാണ് സിന്ധു നദി പോകുന്നത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ടെക്സ്റ്റിലില്ലാത്ത അഡീഷണൽ ആയിട്ടുള്ള ഇതിനെ ഓരോ നദികളെക്കുറിച്ച് നമ്മൾ വേറെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ നമ്മൾ പഠിക്കുമ്പം എന്താണ് ആദ്യമേ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകാം. ഓക്കെ, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സെങ്കിലും ഉപകരിക്കും. ഓക്കെ, അപ്പോൾ സിന്ധു നദിയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയാം, നിങ്ങളത് നോട്ട് ചെയ്യാം. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്തെ നദീ സംവിധാനത്തിനെയാണ് സിന്ധു നദി സംവിധാനം അഥവാ സിന്ധു നദി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സിന്ധുവിൻ്റെ പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ചിലപ്പം ഇതിനകത്ത് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് അതിനകത്ത് ഉണ്ടാവും. സോ നമ്മൾ മനസ്സിലാക്കുക, സിന്ധു നദി അതിൻ്റെ ട്രിബ്യൂട്ടറീസും ഒഴുകുന്ന ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ്, ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശത്തൂടെയാണ്. മൊത്തത്തിൽ 4 സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശവും കൂടെ ചേർത്ത് 4 സ്ഥലങ്ങളിൽ കൂടിയാണ് സിന്ധു നദി ഒഴുകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് കേട്ടോ. ഏതൊക്കെയാണ്, ഒന്ന് ഈ കേറുന്ന ഭാഗം നമുക്കറിയാലോ, ലഡാക്ക്. ഓക്കെ, വേണ്ട അതിൻ്റെ ട്രിബ്യൂട്ടറി ഇവിടെ ഒരെണ്ണം ജലത്തിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട്, അവിടെ എന്താണ് ജമ്മു കാശ്മീർ വരുന്നുണ്ട്. പിന്നെ വേണ്ടേ ബിയാസ്, സത്ലജ് ഒക്കെ ഇവിടെ ഉണ്ട്, ഹിമാചൽ പ്രദേശിലുണ്ട്. ഓക്കെ, ഇതാണ് സത്ലജിൻ്റെ ബാക്കി ഭാഗം ഇവിടെ ഉണ്ട്, പഞ്ചാബിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 4 സ്ഥലങ്ങൾ കിട്ടിയല്ലോ. ഏതൊക്കെയാണ്, ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്. ഓക്കെ, അത് ക്ലിയറായി. ഇനി ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യ നദികൾ ഏതാണ്, അതായത് സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്, സിന്ധു, സരസ്വതി, ബിയാസ്. ഓക്കെ, ബിയാസ്, രവി, സത്ലജ്, ഝലം, ചിനാബ്. ഓക്കെ, ഇത്രയും നദികളെയാണ് എന്തെന്ന് പറയുന്നത്, സപ്ത സിന്ധു എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് സിന്ധു, ജലം, ചെനാബ്, രവി, സത്ലജ്, ബിയാസ്. ഓക്കെ, സരസ്വതി നദി ഇപ്പോഴില്ല. ഓക്കെ, അപ്പം 7 പുണ്യ നദികൾ അറിയപ്പെടുന്നത് എന്തെന്നാണ്, സപ്ത സിന്ധു എന്നാണ് അറിയപ്പെടുന്നത്. ഇനി സിന്ധു നദി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് എവിടെയാണ്, ആ ഒരു സ്ഥലം, സിന്ധു നദി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ചില്ലാർ വനപ്രദേശം എന്ന് പറയുന്നത്. എന്താണ്, ചില്ലാർ വനപ്രദേശത്തു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി സിന്ധുവിനെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്, സിന്ധു ഇവിടെ ഈ ഒരു ടിബറ്റ് ഭാഗത്ത് എന്തെന്നാണ് അറിയപ്പെടുന്നത്, സിംഗി ഗംബൻ എന്നാണ് അറിയപ്പെടുന്നത്. സിംഗി ഗംബൻ. എന്താണ് സിംഗി ഗംബൻ എന്ന വാക്കിന് അർത്ഥം, ലയൺസ് മൗത്ത് എന്നാണ് അർത്ഥം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലയൺസ് മൗത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ. ഇനി പാകിസ്ഥാനിൽ
സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാമാണ് ഡർബേല ഡാം. ഏതാണ്? ഡർബേല ഡാം. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഈ സിന്ധു നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന, ഇമ്പോർട്ടൻ്റ് ആണ്, സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ്? ഏതാണ്? ലേ പട്ടണത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? സിന്ധു നദി ചുറ്റി ഒഴുകുന്നത്. സിന്ധുവിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? നിമോ ബാക്സോ. എന്താണ്? നിമോ ബാക്സോ എന്നാണ് ആ ഒരു പദ്ധതിയുടെ പേര്. അത് ലേയിലാണ് കേട്ടോ. ഇനി സിന്ധു നദി ഉത്തരം വരുന്ന കുറച്ച് ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിരിക്കണം. സ്പീഡ് കൂടുതലാണെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ട് കേൾക്കുക. ഓക്കെ, അപ്പോൾ സിന്ധു നദി ഉത്തരം വരുന്ന കുറച്ച് ചോദ്യങ്ങൾ പറയാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി. എന്താണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി ഏതാണ്? സിന്ധു നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധു നദിയാണ്. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചോദിക്കുമ്പോൾ. ഓക്കെ, അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? അതും സിന്ധു നദിയാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി സിന്ധു നദി. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ, അതായത് മൗണ്ടെയിൻസ് സൃഷ്ടിക്കുന്ന നദി ഏതാണ്? നമ്മളുടെ സിന്ധു നദി തന്നെയാണ്. ലഡാക്ക്, സസ്കർ, അത് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ലഡാക്കിനും സസ്കറിനും ഇടയ്ക്കൂടെ, ആ പർവ്വതനിരകൾക്ക് ഇടയ്ക്കൂടെ ഒഴുകുന്ന നദിയാണ് ഇത് ഹിമാലയൻ നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിന്ധുവിൻ്റെ 5 പോഷക നദികളും പല സ്ഥലങ്ങളിൽ വെച്ച് ഒന്നിക്കുകയും അവസാനം ഇവ പാകിസ്ഥാനിലെ മിതാൻകോട്ടിൽ വെച്ച് സിന്ധു നദിയിൽ ചേരുകയും ചെയ്യുന്നു. ഓക്കെ, അതൊന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇത് പാകിസ്ഥാനിലെ സിന്ധുവിൻ്റെ 5 പോഷക നദികളും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? 5 പോഷക നദി കൂടെ ചേർന്നിട്ട് ദേണ്ട ഈ ഒരു ഭാഗത്ത് മിതാൻകോട്ടിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഒരുമിക്കുന്നു. ഓക്കെ, ഒരുമിച്ച് സിന്ധു നദിയിൽ ഒരുമിച്ച് ചേരുന്നു. അതും ഓർത്തിരിക്കുക. ഇനി മെഗാസ്തനീസ് തൻ്റെ പുസ്തകമായ ഇൻഡിക്ക എന്ന ആ പേര് നൽകാൻ പ്രചോദനമായ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഡസ്, അതായത് സിന്ധു നദിയാണ്. ഇനി സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസരോവർ, നമ്മൾ പറഞ്ഞായിരുന്നു, മാനസരോവർ തടാകത്തിനടുത്തായിരുന്നു പറഞ്ഞായിരുന്നു. ഇനി ഏത് ഗ്ലേസിയർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഗ്ലേസിയർ ആണ്? ബോഗാർ ചു ഗ്ലേസിയർ. എന്താണ്? ബോഗാർ ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇനി സിന്ധു എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം എന്നാൽ സമുദ്രം അഥവാ നദി എന്നാണ്. സിന്ധു, സത്ലജ്, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡൻ പര്യവേക്ഷകൻ അല്ലെങ്കിൽ കണ്ടുപിടിച്ച സ്വെൻ ഹെഡിൻ ഏത് രാജ്യക്കാരൻ ആണെന്ന് ചോദിക്കും. എന്താണ്? അദ്ദേഹം സ്വീഡൻകാരനാണ്. സ്വീഡനിൽ നിന്നുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? സ്വെൻ ഹെഡിൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് സിന്ധുവിൻ്റെയും സത്ലജിൻ്റെയും ബ്രഹ്മപുത്രയുടെയും എന്ത് കണ്ടുപിടിച്ചത്? ഉത്ഭവം എവിടെ നിന്നാണെന്ന് കണ്ടുപിടിച്ചത്. ഇനി സിന്ധു നദിയുടെ നീളം എത്രയാണ്? 2880 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ നീളം എന്ന് പറയുന്നത്. ഇനി സിന്ധു നദി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എത്രയാണെന്ന് ചോദിക്കും. അത് SCERT-യിലും NCERT-യിലും 2 വാല്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടും പഠിക്കുക. ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ കാണത്തുള്ളൂ. അത് ഏതാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ SCERT-യിൽ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 709 കിലോമീറ്റർ ആണ്. എത്രയാണ്? 709 കിലോമീറ്റർ ആണ് SCERT-യിൽ സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം പറയുന്നത്. ഇനി NCERT-യിലാണെങ്കിൽ എത്രയാണ് പറയുന്നത്? 1114 കിലോമീറ്റർ ആണ് പറയുന്നത്. ഓക്കെ, ഇത് SCERT-യിലെ വാല്യൂ ആണ്, ഇത് NCERT-യിലെ വാല്യൂ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം എന്താണ്? സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിക്കും. നമ്മൾ പറഞ്ഞു ഏതാണ്? 4 സ്ഥലങ്ങൾ പറഞ്ഞു. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് അല്ലേ? അപ്പം അതിനകത്ത് 4എണ്ണത്തിനകത്ത് എന്താ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ് അല്ലേ? സോ അത് ലഡാക്ക് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. പഴയ ഓർമ്മയിൽ പോയി ജമ്മു കാശ്മീർ ആണെന്നൊന്നും എഴുതി വെക്കരുത്.
ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് പറയാം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ സിന്ധു നദിയാണ്. പാകിസ്ഥാൻ്റെ ദേശീയ നദി എന്ന് പറയുന്നതും സിന്ധു നദിയാണ്. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്ന് പറയുന്നത് ഏതാണ്? സിന്ധു നദിയാണ്. സിന്ധു നദി നംഗ പർവ്വതത്തിനു സമീപം ചില്ലാർ എന്ന പ്രദേശത്ത് വെച്ച് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, നമ്മളത് പറഞ്ഞായിരുന്നു അല്ലേ, ചില്ലാർ വനപ്രദേശത്ത് നിന്നാണ് പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻഡസ് ഡോൾഫിനെ കുറിച്ച് അല്ലേ, അതായത് ദക്ഷിണേന്ത്യൻ ഗംഗാ ഡോൾഫിൻ കേട്ടിട്ടുണ്ടാവും, അതൊക്കെ നമ്മളിനി അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡസ് ഡോൾഫിൻ എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യൻ മേഖലയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന സസ്തനി ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഡസ് ഡോൾഫിനാണ്. പഞ്ചാബ് ഗവൺമെൻറ്റും വേൾഡ് വൈൽഡ് ഫണ്ടും അതായത് WWFും ചേർന്ന് സെൻസസ് എടുത്ത ലോകത്തിലെ അപൂർവ സസ്തനിയാണ് ഈ ഇൻഡസ് ഡോൾഫിൻ അഥവാ സിന്ധു ഡോൾഫിൻ എന്ന് പറയുന്നത്. പഞ്ചാബിൻ്റെ സംസ്ഥാന ജലജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇൻഡസ് ഡോൾഫിൻ ആണ് അല്ലേ. എങ്കിൽ നമുക്ക് തിരിച്ച് ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. എന്താണ് ഇവർ ഇൻഡസ് നദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ദ ഇൻഡസ് റിവർ സിസ്റ്റം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ റിവർ ഇൻഡസ് റൈസസ് ഇൻ ദ ടിബറ്റ് നിയർ ലേക്ക് മാനസരോവർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ജസ്റ്റ് അതിൻ്റെ വായിച്ചു പോകുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ അതിൻ്റെ മാപ്പും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി. അപ്പോൾ ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. എന്താ പറയുന്നത്? ഇൻഡസ് നദി എവിടുന്നാണ് വരുന്നത്? ടിബറ്റിൽ നിന്നാണ് വരുന്നത്. എവിടെ? മാനസരോവർ തടാകത്തിന് അടുത്തായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വെസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യുന്നു അല്ലേ. എന്നിട്ട് ഇന്ത്യയിൽ ലഡാക്കിൽ വെച്ച് ഇന്ത്യയിലോട്ട് കയറുന്നു. ഇറ്റ് ഫോംസ് എ പിക്ചേഴ്സ് ക്യൂ ഗോർജ് ഇൻ ദിസ് പാർട്ട്. ഈ ഒരു ഭാഗത്ത് അവർ നല്ല പിക്ചേഴ്സ് ക്യൂ എന്ന് വെച്ചാൽ നല്ല മനോഹരമായ ഒരു ഗോർജ് അവിടെ അവർ ഫോം ചെയ്യുന്നുണ്ട്. ഏതാ? സിന്ധു നദി ഫോം ചെയ്യുന്നുണ്ട്. ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. അതായത് സസ്കർ, നുബ്ര, ഷോക്ക്, ഹുൻസ ഇതെല്ലാം ജമ്മു കാശ്മീരിൽ വെച്ച് ഈ ഒരു സിന്ധു നദിയിലോട്ട് ജോയിൻ ആവുന്നുണ്ട്. The Indus flows through Balochistan and the Gilgit and emerges from the mountains at Attock. അറ്റോക്ക് മൗണ്ടെയ്ൻസിൽ നിന്നായിരിക്കും ഈ ഒരു ബൽജിസ്ഥാനിൽ നിന്നും ഗിൽജിത്തും കൂടി ഫോളോ ചെയ്ത് എന്ത് ചെയ്യും? അറ്റോക്ക് മൗണ്ടെയ്ൻസിൽ നിന്ന് എമേർജ് ചെയ്യും. ഇനി സത്ലജ്, ബിയാസ്, രവി, ചെനാബ്, ജലം ഇതെല്ലാം എവിടെ വെച്ച് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു? മിതാൻ കോട്ടിൽ വെച്ച്, പാകിസ്ഥാനിലെ മിതാൻ കോട്ടിൽ വെച്ച് ജോയിൻ ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. ബിയോണ്ട് ദിസ് ദ ഇൻഡസ് ഫ്ലോസ് സൗത്ത് വേർഡ് എവൻച്വലി റീച്ചിങ് ദ അറേബ്യൻ സീ. അങ്ങനെ ഫ്ലോ ചെയ്ത് എവിടെ വന്നു പതിക്കുന്നു? അറേബ്യൻ കടലിൽ, അതായത് കറാച്ചിയുടെ ഈസ്റ്റ് ഭാഗത്തായിട്ട് അറേബ്യൻ കടലിൽ വന്ന് പതിക്കുന്നു. Indus plain have a very gentle slope with a total length of 2900 km. ഓക്കെ, നമ്മൾ പറഞ്ഞ 2880 എന്ന് പറയുന്ന ലെങ്തിനെ റൗണ്ട് ചെയ്താണ് NCERTയുടെ വാല്യൂ എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ ആണ്. ഈ ഒരു ഏകദേശം അടുത്തുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. ദ ഇൻഡസ് ഈസ് വൺ ഓഫ് ദ ലോങ്സ്റ്റ് റിവർ ഓഫ് ദ വേൾഡ്. വേൾഡിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് റിവറുകളിൽ ഒരു റിവറാണ് ഇത് ഇൻഡസ് എന്ന് പറയുന്നത്. ഓക്കെ, എ ലിറ്റിൽ ഓവർ എ തേർഡ് ഓഫ് ദ ഇൻഡസ് ബേസിൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ് ആൻഡ് പഞ്ചാബ് ആൻഡ് ദ റെസ്റ്റ് ഇൻ പാകിസ്ഥാൻ. ഈ ഒരു സിന്ധു നദിയുടെ ഒരു 1/3 ഭാഗം എന്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ബേസിൻ കൂടുതലും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഭാഗങ്ങളിലാണ്. ബാക്കിയെല്ലാം എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻസ് ഓഫ് ദ ഇൻഡസ് വാട്ടർ ട്രീറ്റി. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി നടന്ന വർഷം ഓർത്തിരിക്കുക, എന്താണ്? 1960 ഓക്കെ. ഇന്ത്യക്ക് ആ സിന്ധു നദിയിലെ 20% വെള്ളത്തിൽ മാത്രമേ അവകാശം ഉള്ളൂ. ഓക്കെ, ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് പഞ്ചാബിലും ഹരിയാനയിലും അതുപോലെ തന്നെ സതേൺ ആൻഡ് വെസ്റ്റേൺ പാർട്ട് ഓഫ് രാജസ്ഥാനിലൊക്കെ ഇറിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എത്ര മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ? 20% വെള്ളം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതാണ് ആ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിന്ധു നദിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി ഒരു ഡൗട്ടും വരത്തില്ലല്ലോ. എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കി അവസാനം റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത റിവർ സിസ്റ്റത്തിലോട്ട് പോകാം. എന്താണ്? ഗംഗാ റിവർ സിസ്റ്റം. ഗംഗാ നദിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ഓക്കെ, ഇത് ഗംഗയുടെ ഒരു ഫ്ലോ മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. നോക്കാം. അതാണ്ട് ഇവിടെ നിന്നും ഉത്ഭവിച്ച് ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് പോവുകയാണല്ലേ. അപ്പം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാണ്? ഗംഗാതടമാണ്. നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്നു അല്ലേ.
ഓരോ സെക്ഷൻസ് ഇന്ത്യയിൽ നമ്മൾ ഓരോ സെക്ഷൻസായിട്ട് പഠിച്ചപ്പോഴത്തേക്കും എന്താണ് ഗംഗാ പ്ലെയിനെ കുറിച്ച് പഠിച്ചു. അപ്പം ഇന്ത്യയിലെ ഈ ഗംഗാ പ്ലെയിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്, ഈ പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, 8.68 lakh സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഒരു ഗംഗാ പ്ലെയിൻ. ഓക്കെ, ഈ ഒരു ഗംഗാ പ്ലെയിൻ്റെ എന്തെന്ന് പറയുന്നത്, ആ ഒരു വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ആ ഒരു ഗംഗാതടം രൂപം കൊള്ളുന്നത് നിക്ഷേപ പ്രക്രിയ, അത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ ആ ഒരു ആ ഒരു ഡെപ്പോസിഷൻ അവിടെ ഉണ്ടാവുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൃഷിക്ക് അനുയോജ്യമായ ഒരു പ്രദേശമായി അത് മാറിയത് അല്ലേ. സോ ആ കാര്യം അത് ഓർത്തിരിക്കുക. ഇനി പറയേണ്ടത്, ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അംബാലയാണ്. ഏതാണ്? അംബാല. ഓക്കെ, അംബാല. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്ന നഗരമാണേത്? അംബാല. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഗംഗാ നദിയുടെ ആ ഒരു നീളം എത്രയാണ്? 2525. ഓക്കെ, ഓർത്തിരിക്കാമല്ലോ, 2525 കിലോമീറ്റർ, 2525 കിലോമീറ്റർ. ചിലതിനകത്ത് 2500 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. ചില NCERT ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരും, NCERTയും SCERTയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു റൗണ്ട്, ആ ഒരു വാല്യൂ ഓർത്തിരിക്കുക. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഗംഗയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറഞ്ഞത്? എന്ത് പറഞ്ഞു? സിന്ധു നദി പറഞ്ഞു അല്ലേ. ഇനി ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ഗംഗാ നദി. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഗംഗാ നദിയെ എന്തു ചെയ്തു? ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2008 2008 നവംബർ 4 എന്ത് ചെയ്യുന്നത്? ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓർത്തു വെച്ചോണം, 2008 നവംബർ 4, മറക്കത്തില്ലല്ലോ. ഇനി ഗംഗയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഗംഗ ഉത്ഭവിക്കുന്നത് നോക്കുക, ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ഓക്കെ, ഗംഗ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ഇനി ഉത്തരാഖണ്ഡിലെ എവിടെയാണ്? അതായത് ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപടത്തിലെ, ഓക്കെ, ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹ. എന്താണ്? ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതായിരുന്നു, ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേരെന്താണ്? ഭാഗീരഥി. അപ്പോൾ ഗംഗയ്ക്ക് മറ്റൊരു പേരും ഉണ്ടല്ലേ. ഗംഗ ഉത്ഭവിച്ച് വരുമ്പോഴത്തേക്ക് ഗംഗയുടെ യഥാർത്ഥ പേരെന്താണ്? ഭാഗീരഥിയാണ്. അങ്ങനെ ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്കും ഈ ഭാഗീരഥിയും അളകനന്ദ, ഓക്കെ, അതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് മാപ്പ് വെച്ച് ഇനി ഫർദർ ക്ലാസ്സസിൽ നമുക്ക് പഠിക്കാം. ഇത് ഇത്രയും കേൾക്കുക. ഭാഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒന്നും കൂടെ വായിക്കാം. ഉത്തരാഖണ്ഡിലെ ഭാഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം, ആരൊക്കെ തമ്മിലാ? ഭാഗീരഥിയായിട്ടാണ് ഗംഗ ആദ്യമേ എവിടെ നിന്നും വരുന്നത്? ഗായ്മുഖിൽ നിന്ന് വരുന്നത്. അപ്പം ആ ഭാഗീരഥിയിലോട്ട് ആര് വരുന്നു? അളകനന്ദ വരുന്നു അല്ലേ. അളകനന്ദയും കൂടെ ചേർന്ന് ഇങ്ങനെ ഒഴുകി ഏത് ഭാഗത്ത് നിന്ന് സംഗമിച്ച് തുടങ്ങുമ്പോഴാണ് ആ ഒരു പേര് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ദേവപ്രയാഗിൽ നിന്ന്. എവിടെയാണ്? ദേവപ്രയാഗിൽ നിന്ന് സംഗമിച്ചു വരുമ്പോഴാണ് എന്തെന്ന പേരിൽ അറിയപ്പെടുന്നത്? ഗംഗ എന്ന പേരിൽ ഈ ഗംഗാ നദി അറിയപ്പെടുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു അറിയപ്പെടുന്നത്? ഭാഗീരഥി എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന 5 നദികളുണ്ട്. ഏതൊക്കെയാണ്? ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി ഗംഗ, പിണ്ടാറ്. ഓക്കെ, ഇത് ജസ്റ്റ് കേട്ടിരിക്കുക. അടുത്ത്,
ഇന്ത്യയുടെ പുണ്യനദി ഏതാണ്? ഗംഗയാണ്. ഋഗ്വേദത്തിൽ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സരസ്വതിയാണ്. അത് തമ്മി മാറിപ്പോവരുത്. ഇന്ത്യയുടെ പുണ്യനദി എന്ന് പറയുന്നത് ഗംഗയും ഋഗ്വേദത്തിൽ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഏതാണ്? സരസ്വതി നദിയാണ്. അളകനന്ദ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? അളകനന്ദ ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ സാതോപാന്ത് ഹിമാനിയിൽ നിന്നാണ്. എന്താണ്? സാതോപാന്ത് ഹിമാനി. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് എന്തെന്നാണ്? പത്മ അല്ലെങ്കിൽ കീർത്തിനാശിനി എന്നാണ് എവിടെ അറിയപ്പെടുന്നത്? ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ്? ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഓക്കെ, അതെല്ലാം നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നുണ്ട്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ, അതായത് നമ്മളുടെ ഇന്ത്യയിലോട്ട് പ്രവേശിക്കുന്നത് ആ ഒരു ഹരിദ്വാറിൽ വച്ചിട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഓർത്തിരിക്കുക, ഇന്ത്യയെ ചോദിക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡം ചോദിക്കുമ്പോഴും അതിന് ചോദ്യങ്ങളും മാറും, അതിൻ്റെ ഉത്തരങ്ങളും മാറും. സോ ഏത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും രണ്ടാമതും കൂടി ഒന്നും കൂടെ വായിച്ചു നോക്കുക, ഇന്ത്യയാണോ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ആണോ എന്ന്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയായിരുന്നു? യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, പിന്നെ എന്തായിരുന്നു, ഗാംഗ്ര, പിന്നെ ഗന്ദകി, മഹാനന്ദ, ഇതൊക്കെയാണ് ഗംഗയുടെ പോഷക നദികൾ. വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലത്തിനെയാണ് വാരാണസി എന്ന് പറയുന്നത്. ഏതൊക്കെ നദികളാണ്? വരുണയും അസിയും ചേരുന്ന ആ ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? വാരാണസി എന്ന് അറിയപ്പെടുന്നത്. ഗംഗയുടെ വലതുകരയിലുള്ള പ്രധാന പോഷക നദികളാണ് സോണും യമുനയും ദാമോദറും. ഗംഗയുടെ ഇടതുകരയിലുള്ള പോഷക നദികളാണ് രാംഗംഗയും ഗോമതിയും ഗാംഗ്രയും ഗന്ദകിയും കോസിയും മഹാനന്ദയൊക്കെ. ഓക്കെ, ഗംഗയും പോഷക നദികളും ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ച്? അലഹബാദിൽ വെച്ചിട്ടാണ്. ഓക്കെ, അലഹബാദിലെ പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത്. അലഹബാദ്. സിന്ധുവിൻ്റെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം ഏതാണ്? സിന്ധുവിൻ്റെ തീരത്തുള്ളത് കറാച്ചിയാണ്. എന്നാൽ ഗംഗയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം ഏതാണ്? കാൺപൂരാണ്. ഏതാണ്? കാൺപൂരാണ്. ഓക്കെ, ഇനി ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴി ഏതാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിയാണ്. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ഈ ദാമോദർ നദി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനുശേഷം നമുക്ക് അതങ്ങോട്ട് വായിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇനി വായിച്ചു നോക്കാം. ദ ഹെഡ് വാട്ടേഴ്സ് ഓഫ് ദ ഗംഗ കോൾഡ് ദ ഭാഗീരഥി. അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയല്ലേ, എന്താ? ദ ഹെഡ് വാട്ടേഴ്സ് ഓഫ് ഗംഗ ഈസ് നോൺ ആസ് എന്താണ്? ഭാഗീരഥി. എവിടെ നിന്നാണ് വരുന്നത്? ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദയുമായിട്ട് ജോയിൻ ചെയ്ത് പോകുന്നു. ഓക്കെ, ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഈ ഗംഗ എന്ത് ചെയ്യുന്നത്? മൗണ്ടെയിൻസിൽ നിന്നും താഴെ പ്ലെയിൻസിലോട്ട് ഒഴുകി വരുന്നത്. ബാക്കി എല്ലാ ഭാഗത്തും എന്തായിരുന്നു? മൗണ്ടെയിൻസിലായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. ഇനി എങ്ങോട്ട് വരുന്നു? സമതലത്തിലോട്ട് ഒഴുകി വരുന്നു.